നമ്മൾ ഇടയത്താഴം കഴിക്കാനായിട്ട് ഇതാ എണീറ്റിട്ടുണ്ട് കേട്ടോ. വെളുപ്പിന് ഒരു 4:45 കഴിഞ്ഞപ്പോഴാണ് ഞാൻ എണീറ്റത്. എണീറ്റ പാടെ ഇതാ മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ കടുംചായയും വെക്കുന്നുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് വേറെ കുറേയൊന്നും ഇല്ല. എനിക്കിതൊക്കെ തന്നെ ധാരാളമാണ്. ചില സമയം ഞാൻ കടുംചായ മാത്രമേ കുടിക്കത്തുള്ളൂ കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു മുട്ടയും കൂടെ പുഴുങ്ങി കഴിച്ചേക്കാവുന്ന. അങ്ങനെ ഗൈസ് നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങിയെടുത്തു, കടുംചായയൊക്കെ വെച്ചു കേട്ടോ. ശനിയാഴ്ച ആണെങ്കിലും ഇന്ന് അബുവിന് ത്രോ ബോളിൻ്റെ കോച്ചിങ് ഉള്ളത് കൊണ്ട് സ്കൂളിലേക്ക് പോകണേ. ഇവൻ്റെ സ്വന്തം സ്കൂളിലല്ല, വേറൊരു സ്കൂളിലാണ് കേട്ടോ പോകേണ്ടത്. അപ്പോൾ രാവിലെ പോകണം. 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കാപ്പിയും ചോറും ഒക്കെ കൊടുത്തു വിടണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ചോറിടാൻ വേണ്ടി ഗ്യാസിലിതാ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അരിയും കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളെന്താ അരിയൊക്കെ കഴുകിയിട്ടു. പിന്നെ നമ്മൾ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ടയുടെ വെള്ളം മാത്രമേ കഴിച്ചുള്ളൂ. മഞ്ഞ കഴിക്കാനായിട്ട് തോന്നിയില്ല കേട്ടോ ഗൈസ്. കാരണം ഛർദ്ദിക്കുമോ എന്ന് പിന്നെ പേടി വന്നു. കഴിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മുടെ അരി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഇറക്കി വെച്ചിട്ട് പോയി തഹജ്ജുദും സുബഹിയും ഒക്കെ നിസ്കരിച്ചിട്ട് വന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ നന്നായിട്ട് ഇരുട്ടിൽ തന്നെ കിടക്കുകയാണേ. പിന്നെ ഞാൻ വന്ന് കറിയൊക്കെ വെക്കാനായിട്ട് നോക്കി. ഇന്ന് കുറച്ച് കാപ്പിക്കൊന്നും അങ്ങനെ ഉണ്ടാക്കാനില്ലായിരുന്നു കേട്ടോ. ചപ്പാത്തിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കടലക്കറിയും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നേ. പിന്നെ ഞാനിതാ ഒരു ബീട്രൂട്ട് എടുത്തരിഞ്ഞ് മെഴുക്കുവരട്ടി വെച്ചു. ഇവന് കാര്യമായിട്ട് കറികളൊന്നും വേണ്ട കേട്ടോ. എന്തെങ്കിലും മുട്ട പൊരിച്ചതോ പപ്പടം പൊരിച്ചതോ ഒരു മെഴുക്കുവരട്ടിയോ അത്രയൊക്കെ മതി. ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇതാ അവരങ്ങ് പോയിട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. വേറെ ജോലികളൊന്നുമില്ല. പിന്നെ ഇതാ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുത്തത്. ചിക്കൻ കറി വെക്കാണ്. നമ്മൾ പത്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെന്താ മക്കൾക്ക് ചായയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടുതൽ വീഡിയോസൊന്നും ഞാൻ ആഡ് ചെയ്തില്ല. പിന്നെ തൂക്കലും തുടയ്ക്കലും അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ച കഴിയുമ്പോൾ, അതായത് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ നോമ്പ് ഇറക്കാറായി. ഇതായിരുന്നു എനിക്ക് നോമ്പ് ഇറക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ബായ്.